ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1-നാണല്ലോ നമ്മുടെ എല്ലാമായ കേന്ദ്ര ധനമന്ത്രി, അല്ല തിരുത്തുണ്ട്, കേരളം ഇന്ത്യയിലല്ലല്ലോ, അത് വിട്ടുപോയി, ചിലരുടെ മാത്രം പ്രിയപ്പെട്ട ധനമന്ത്രി നിർമ്മലാജി മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചത്. പതിവ് പോലെ കേരളം പൂർണ്ണമായി തഴയപ്പെട്ട ബജറ്റ്. കേരളം പോയിട്ട് എന്ന് അറിയാതെ പോലും ഒരിടത്തും പറയാതിരിക്കാൻ ധനമന്ത്രി കാട്ടിയ ആ സമർപ്പണ ബോധം നാം സ്മരിക്കാതെ പോകരുത്. പക്ഷേ ബീഹാർ, ആന്ധ്ര, ഡൽഹി സംസ്ഥാനങ്ങൾക്ക് പദ്ധതികൾ വാരിക്കോരി നൽകാൻ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും കാട്ടാതെയും ഇരുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളും വലിയ അപകടങ്ങളുമൊക്കെ കേന്ദ്രത്തെ സംബന്ധിച്ച് സൊമാലിയയിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെയാണ് വയനാട് ദുരന്തത്തെക്കുറിച്ച് പോലും അവർ കരുതുന്നത്. അതുകൊണ്ട് വയനാട് ദുരന്തബാധിതരെ പോലും അവഗണിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട എയിംസ്, ശബരി റെയിൽ അടക്കമുള്ള റെയിൽ പദ്ധതികളും അനാവശ്യമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉറക്കം കെടുത്തുന്ന കിഫ്ബിയെ ഏതു വിധേനയും തകർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. 8.5 വർഷം കൊണ്ട് 87,521.36 കോടി രൂപയുടെ 1147 വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി ഏറ്റെടുത്തത്. 25-30 വർഷം കാത്തിരുന്നാൽ മാത്രം നടപ്പാകുന്ന പദ്ധതികളാണ് ഈ കാലയളവിൽ കേരളം യാഥാർത്ഥ്യമാക്കിയത്. ഈ വികസന മുന്നേറ്റം തന്നെയാണ് ഇക്കൂട്ടരെ അസ്വസ്ഥരാക്കുന്നത്. ഓഡിറ്റിന്റെ പേരിൽ CAGയെയും മസാല ബോണ്ടിന്റെ പേരിൽ EDയെയും ഉപയോഗിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ വാളെടുത്തത്. ഫലം കാണാതെ വന്നതോടെ 2022 കിഫ്ബിയുടെ വായ്പ സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കി കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തി. ഇതുമൂലം ആ വർഷം മാത്രം 15,895.50 കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമായത്. പിന്നീടുള്ള വർഷങ്ങളിലും ഇത് തുടർന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ദേശീയപാതയുടെ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിച്ചപ്പോൾ ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ 6,000 കോടി രൂപയാണ് സംസ്ഥാനം കിഫ്ബി വഴി ചെലവിട്ടത്. അപ്പോഴും കേരളം ഇന്ത്യയിലെ സംസ്ഥാനമല്ലെന്ന രീതിയിൽ ശത്രുതാ നടപടികൾ തുടരുന്ന കേന്ദ്രത്തെയാണ് നാം കണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ചെലവുകൾക്കായി ബജറ്റിനു പുറമെ നിരവധി സ്ഥാപനങ്ങൾ വഴി വായ്പ എടുക്കുന്നുണ്ട്. ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ കടമായി കണക്കാക്കുന്നുമില്ല. എന്നാൽ കേരളത്തിലത് അനുവദിക്കില്ല എന്നതാണ് കേന്ദ്ര നിലപാട്. ജൂലൈ 23-ന് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് തയ്യാറാക്കും മുൻപ് കേന്ദ്ര ധനമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി KN ബാലഗോപാൽ 24,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടു. ഒന്നുപോലും അനുവദിച്ചില്ല. ഈ വർഷവും പരിഗണിച്ചില്ല. മുണ്ടക്കൈ പുനരധിവാസത്തിന് 2,000 കോടി, വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി, വയനാട് തുരങ്കപാതയ്ക്ക് 5,000 കോടി, തീരദേശത്തിന് പ്രത്യേക പാക്കേജ്, വന്യമൃഗശല്യം നേരിടാൻ പ്രത്യേക സഹായം എന്നിവയും കണ്ണടച്ചു തള്ളി. കേരളത്തെ വീണ്ടും ശ്വാസം മുട്ടിക്കുന്ന പ്രതികാര നടപടികൾ സ്വീകരിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരുന്നു. കേരളം പിന്നാക്ക സംസ്ഥാനമാണെന്ന് സമ്മതിച്ചാൽ ബജറ്റിൽ കൂടുതൽ സഹായങ്ങൾ നൽകാമെന്നാണ് നമ്മുടെ ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത്. അതായത് വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ അടിസ്ഥാന കാര്യങ്ങളിലും കേരളം പിന്നിലാണെന്ന് സമ്മതിക്കണമത്രേ. ആരോഗ്യ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കേണ്ടിയിരുന്ന ഫണ്ടിൽ 1 രൂപ പോലും തരാതിരുന്ന കേന്ദ്രത്തെ കേരളം സമീപിച്ചത് പല തവണയാണ്. കേന്ദ്ര ബജറ്റിൽ പണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല വേണ്ടതെന്നാണ് മറ്റൊരു കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞത്. അല്ല, ശരിക്കും ഇവരൊക്കെ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് അങ്ങ് തലസ്ഥാനത്തേക്ക് പറഞ്ഞതെന്നാണ് ഇപ്പോൾ സംശയം. കേരളത്തിന്റെ സഹകരണ മേഖലയാണ് മറ്റൊരു ഉന്നം. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മാത്രം പരിധിയിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം. ഈ നീക്കങ്ങളെയൊക്കെ ശക്തമായി ചെറുക്കേണ്ടതുണ്ട്. കേന്ദ്ര നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട ഈ മാസം 25-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കാനുള്ള CPMന്റെ തീരുമാനവും അതിന്റെ ഭാഗമാണ്. ഇത് കേരളമാണ്. ഏതു പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നേരിടുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെയും പ്രതിരോധിക്കാൻ നമുക്കാകും.